നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന ഒരു സംശയമാണ്. അതായത് നമ്മുടെ വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. ഇത് ചോദിച്ചിരിക്കുന്ന കരിപ്പൂർ എന്നുള്ള പേരിലാണ് കിടക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കേണ്ട ശരിയായ രീതി ഒരു വീഡിയോ ചെയ്യാമോ? ഷുവർ ആയിട്ടും. കാരണം ഹാൻഡ് ബ്രേക്ക് പലരും പല രീതിക്കാണ് യൂസ് ചെയ്യുന്നത്. പലരും അത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പാർക്കിംഗ് ബ്രേക്ക് തന്നെയാണത്. എന്ന് പറഞ്ഞുകൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വാഹനം ഏകദേശം ഒരു 3-4 ദിവസത്തേക്ക് പാർക്ക് ചെയ്തിടുകയാണ്. ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. പാർക്കിംഗ് ബ്രേക്ക് എന്ന് ശരിക്കും ഉദ്ദേശിക്കുന്ന വാഹനം എവിടെയെങ്കിലും നമ്മളൊരു ടെമ്പററി ആയിട്ട് പാർക്ക് ചെയ്യും. അതായത് എവിടെയെങ്കിലും ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ നമ്മളൊന്ന് പാർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് 100% നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം മാത്രം ഇറങ്ങി പോകാവുള്ളൂ. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മുടെ വീടുകളിൽ വാഹനം ഉള്ള സമയത്ത് ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെക്കാതെ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് അസിസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം എപ്പോഴും നമ്മൾ പല കണ്ടീഷനിൽ കൂടെയാണ് ഓടിക്കുന്നത്. ചിലപ്പം നനഞ്ഞ കണ്ടീഷൻ ആകാം, നല്ല ഡ്രൈ ആയിട്ടുള്ള സർഫസിൽ കൂടെ ആകാം. അപ്പോൾ ഈ വെള്ളമൊക്കെ നനഞ്ഞ് നമ്മുടെ വീടുകളിൽ വാഹനം കൊണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹാൻഡ് ബ്രേക്ക് വലിച്ച് അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഈ ഹാൻഡ് ബ്രേക്കിന്റെ മേളിൽ, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലത്തെ ബ്രേക്ക് ഷൂ തന്നെയായിരിക്കും. ഈ ഷൂ ചെറുതായിട്ട് നനഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും നനവ് അടിച്ചു കഴിയുമ്പോഴത്തേക്കും. അപ്പൊ ഈ നനവ് കൊണ്ട് നമ്മുടെ മെറ്റൽ പോർഷനിൽ തന്നെ പിടിച്ച് ഇരിക്കും. അതായത് ഇങ്ങനെ പൊങ്ങുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന സമയത്ത് ഇവിടെ ചെറിയ രീതിക്കുള്ള ബ്രേക്കിന്റെ പൊടി കാരണം വെള്ളത്തിന്റെയും കൂടെ മിക്സ് ആകുന്ന സമയത്ത് ഒട്ടിയിരിക്കും. അങ്ങനെ ഒട്ടിപ്പോയ ഒരുപാട് പേർക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താലും ബാക്കിലത്തെ ബ്രേക്ക് പിടുത്തം എടുത്തില്ല, നമുക്ക് വാഹനം അനക്കാൻ സാധിക്കത്തില്ല. ഇങ്ങനെ എത്ര പേർക്ക് കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് കൂടി ഇടുക. അപ്പൊ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും ഇതുപോലത്തെ ഒരു പ്രശ്നം ശരിയാണ്, ജെനുവിൻ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ അത് ഊരിയെടുക്കണമെന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്ക് കൂടെ കൊടുത്തോളാം. ഓക്കെ, നമ്മുടെ പോയിന്റിലോട്ട് വരാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും വീടുകളിൽ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഗിയറിൽ മാത്രം പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഏതായാലും എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വാഹനം നിർത്തി കഴിയുമ്പോഴത്തേക്കും, അതായത് നോർമൽ നല്ലൊരു റോഡാണെന്ന് വെച്ചാൽ ഇറക്കോ കയറ്റോ ഒന്നുമല്ല, അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ നിങ്ങൾ റിവേഴ്സ് ഗിയർ, ഏറ്റവും നല്ലത് റിവേഴ്സ് ഗിയറിൽ പാർക്ക് ചെയ്യുന്നതാണ്. റിവേഴ്സ് ഇടുക. അതിനുശേഷം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ നേരെ ഹാൻഡ് ബ്രേക്ക് അതിൽ ഈ നോച്ചിൽ പ്രസ് ചെയ്ത് ഒരു കാരണവശാലും ചെയ്യരുത്. ഇത്രയേ ഉള്ളൂ. അതായത് പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ നോച്ചിൽ പ്രസ് ചെയ്യും എന്നിട്ട് ഇത് ഇങ്ങനെ വലിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രീതിയല്ല. ഇതാണ് കറക്റ്റ് പൊസിഷൻ. അതായത് നമ്മൾ വലിക്കുന്ന കൂട്ടത്തിൽ ആ ഓരോ നോച്ച് നമുക്ക് കേൾക്കണം, 1, 2, 3. പിന്നെ എന്തിന് ഈ ബട്ടൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബട്ടൺ റിലീസ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ യൂസ് ചെയ്യാവൂ. അതിനകത്ത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഹാൻഡ് ബ്രേക്ക് ഒന്ന് വലിക്കുക മേളിലോട്ട്, എന്നിട്ട് പ്രസ് ചെയ്ത് ഫ്രീ ആക്കുക. ഇതാണ് ഹാൻഡ് ബ്രേക്കിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതി, അല്ലെങ്കിൽ അതിന്റെ വർക്കിങ്ങിന്റെ പ്രോപ്പർ പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഇനി ഇത് എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഇറക്കത്തിൽ കൊണ്ട് നമ്മൾ വാഹനം ഇടുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, പലരും പറയും ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം ഗിയർ ഇടുക, കാരണം അങ്ങനെയാണെങ്കിൽ ഗിയറിന് പിടുത്തം കുറവ് വരും. പക്ഷെ ഞാൻ ഒരിക്കലും അതിനോട് റെക്കമെൻഡ് ചെയ്യത്തില്ല. വാഹനം ഇറക്കത്തിൽ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ ക്ലച്ച് ചവിട്ടുക, ഗിയർ ഇടുക, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഹാൻഡ് ബ്രേക്കും വലിച്ചു വെക്കുക. രണ്ടും സൈമൾട്ടേനിയസിലായിട്ട് തന്നെ ചെയ്യണം, ഒരുപോലെ ചെയ്യണം രണ്ടും. കാരണം ഒന്ന് പിടിച്ചതിന് ശേഷം മറ്റത് കൊടുക്കാന്ന് ഒരു രീതിയിൽ ഞാൻ പറയത്തില്ല. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഒരു അല്പം ലൂസ് ആയാലും ഗിയറിൽ തന്നെ അത് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നുള്ളതുകൊണ്ട് ഒരു കാരണവശാലും വാഹനം മുമ്പിലോട്ട് പോകത്തില്ല. അതിപ്പോ ഒരു കയറ്റത്തിലായെങ്കിലും ഒരു ഇറക്കത്തിലാണ്. ഇനി നിങ്ങൾ വാഹനം ഒരു നോർമൽ റോഡിൽ കൊണ്ട് ഇടുകയാണ്, അതായത് ഏതെങ്കിലും ഒരു റോഡിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഹാൻഡ് ബ്രേക്ക് ഇടുക, ഗിയറും എൻഗേജ് ചെയ്യുക. ഇത് രണ്ടും ഒരുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വേറെ ഒരു ഇഷ്യൂവും നിങ്ങളുടെ വാഹനത്തിന്റെ ഗിയർ ബോക്സിലോ അല്ലെങ്കിൽ ബ്രേക്കിങ്ങിന്റെ സിസ്റ്റത്തിലോ വരുന്നതായിരിക്കത്തില്ല. പിന്നെ എനിക്കൊരു റെക്കമെൻഡേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ, വാഹനം എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു കാര്യം, വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് പിള്ളേരോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വാഹനത്തിനകത്തുണ്ടെങ്കിൽ വാഹനം ഓഫ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്തിട്ട് AC ഇട്ട് ഹാൻഡ് ബ്രേക്ക് മാത്രം വലിച്ചേച്ചും പോകുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. പ്രത്യേകിച്ച് വാഹനത്തിനകത്ത് പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അവരറിയാതെ ഗിയറൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വാഹനം ഗിയറിലോട്ട് വീണ് ചിലപ്പോൾ മുമ്പിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓഫ് ആകും, എന്നാലും മുമ്പിലോട്ട് ചെന്ന് വേറൊരു വാഹനത്തിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക.